ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെപ്പോലെ ചെറിയ കുട്ടികളുള്ള ഉമ്മമാരും അമ്മമാരും ആണെങ്കിൽ ഈ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, പെട്ടെന്ന് കഴിയും. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് 3 വലിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പിലയും മല്ലിച്ചപ്പും, പിന്നെ ഒരു 4 മുട്ടയും, പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് പൊരിച്ച് തന്നെ എടുക്കണം. കറിയത്തതാണെങ്കിലും നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു ഉണ്ട കുത്തിയ പോലെ നിൽക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ 4 മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. കോഴിമുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് പാകത്തിന് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് എന്നെപ്പോലെ ചെറിയ കുട്ടികളും ഉണ്ടാവും, എന്നാലോ വലിയവർ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ പറ്റിയൊരു സ്നാക്സാണ്. പിന്നെ അതേപോലെ ഈ ചട്ടിപ്പത്തിരി ഇറച്ചിക്കൊക്കെ ഉണ്ടാക്കാൻ പേടിയുള്ളൊരു ഉമ്മമാരൊക്കെ ഉണ്ടാവും, നന്നാവുമോ എന്നുള്ള. അവരൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ, വളരെ കുറച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ടെടുത്ത് മറിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ സാധാ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, അതുപോലെ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചട്ടി, അതായത് ഇറച്ചി കേക്കൊക്കെ തിന്നുന്ന അതേ ടേസ്റ്റാണ്, അതേ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം പിന്നെ ഞാൻ നല്ലൊരു ഇഞ്ചി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മഴയത്ത്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്നും കൂടി പറയണേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബായ്.